സാറേ, മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങളായ മമ്മൂട്ടി, മകൻ ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ് ഇവരുടെയൊക്കെ വീട്ടിൽ കസ്റ്റംസ് നേരത്തെ റെയ്ഡ് നടത്തി. കാറുമായി ബന്ധപ്പെട്ട കാര്യം. ഇതിൻ്റെ പിന്നാലെ ED ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ EDയുടെ വരവിന് പിന്നിൽ എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശമുണ്ടോ? അതായത് ഇപ്പോൾ ED വന്നപ്പോൾ മമ്മൂട്ടിയുടെ പരിശോധനയും കൂടി നടന്നിട്ടുണ്ട് എന്നല്ലേ? അതെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് അസാധാരണമാം വിധം ED, സാധാരണഗതിയിൽ ED ഇങ്ങനെ ഈ ഒരു റെയ്ഡ് നടക്കുമ്പോൾ അത് പൂർത്തിയാകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പത്രക്കുറിപ്പ് ഇറക്കാറില്ല. അസാധാരണമായിട്ടാണ് ഇന്നലെ അങ്ങനെ സംഭവിച്ചത്. അതൊരു വ്യക്തത വരുത്താനും കൂടി വേണ്ടിയിട്ടായിരുന്നു. മുമ്പ് ഈ കസ്റ്റംസ് ഇത് റെയ്ഡൊക്കെ നടത്തിയിട്ട് ആ കസ്റ്റംസ് പ്രിവെൻറ്റീവ് കമ്മീഷണർ പത്രസമ്മേളനം നടത്തുമ്പോൾ മുകളിൽ നിന്ന് ആരോ വിളിച്ചിട്ട് പത്രസമ്മേളനം ഇടയ്ക്ക് വെച്ച് നിർത്തി. അതെ, നമ്മൾ ചാനലിലൂടെയൊക്കെ നേരിട്ട് കാണുകയും ചെയ്തില്ലായിരുന്നു. അതെ. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാതെ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടായിരുന്നു ED ഇന്നലെ ഇത് തീരുന്നതിന് മുമ്പേ, റെയ്ഡ് തീരുന്നതിന് മുമ്പ് തന്നെ ഒരു പത്രക്കുറിപ്പ് ഇറക്കി. എക്സ്ട്രാ ഓർഡിനറി ആണത്. അപ്പോൾ അതിൻ്റെ അകത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫെമ വയലേഷൻ പ്രഥമ ദൃഷ്ട്യാ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഫെമ 3, 4, 8 വകുപ്പുകളുടെ ലംഘനം പ്രഥമ ദൃഷ്ട്യാ ഈ കാർ വാങ്ങിച്ചു കൂട്ടിയിൽ, ആഡംബര കാർ വാങ്ങിച്ചു കൂട്ടിയിലുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണെന്നറിയോ? ഹവാല. അതിൻ്റെ മണി ട്രെയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉറവിടം, പണത്തിൻ്റെ ഉറവിടം, അതുപോലെ ഇത് പുറത്ത് ഒക്കെയാണോ പണം കൊടുത്തിരിക്കുന്നത്, ഇന്ത്യക്ക് പുറത്ത്. ഫെമ എന്ന് പറയുമ്പോൾ വിദേശ നാണ്യ വിനിമയ ചട്ടം ഒക്കെയാണല്ലോ ലംഘിച്ചിരിക്കുന്നത്. അതെ. അപ്പോൾ ഹവാല റൂട്ടിലാണോ ഇതിൻ്റെ പണം ഉറവിടവും ഇതിൻ്റെ കൊടുത്തിരിക്കുന്നതും ഒക്കെ. ദുൽഖർ സൽമാൻ ഞാൻ ബാങ്ക് ട്രാൻസാക്ഷൻ ആണെന്നൊക്കെ കോടതിയിൽ മറ്റേ ഹർജി കൊടുത്തപ്പോൾ പറയുകയൊക്കെ ചെയ്തിരുന്നു. അതെ. പക്ഷെ അത് അങ്ങനെ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല ED എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഹവാല ഇതിൽ ഇൻവോൾവ് ആണ് എന്ന് വിവരം EDക്ക് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കസ്റ്റംസിൽ ആരൊക്കെ സ്വാധീനം ചെലുത്തി എന്നാണല്ലോ ഇടയ്ക്ക് വെച്ച് എത്തുമ്പോൾ കണ്ടത്. അതെ. അതൊന്നും ഇതിൻ്റെ അകത്ത് ഇനി നടക്കാൻ പോകുന്നില്ല എന്നുള്ള അതാണ് ഇതിൻ്റെ അർത്ഥം. കുറച്ചുകൂടി ഈ കേസിന് ഗൗരവം വന്നു ED വന്നതോടുകൂടി. സാധാരണഗതിയിൽ തന്നെ നേരത്തെ സ്വർണ്ണ കേസിലൊക്കെ നമ്മൾ കണ്ടപ്പോൾ കസ്റ്റംസ് കയറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഫെമ, ഈ പണം ഉണ്ടല്ലോ, അതിൻ്റെ ട്രെയിൽ തുടങ്ങിയ സംഗതി. കസ്റ്റംസ് കേസുകളിൽ സാധാരണ എന്താണ്, കൂടുതൽ പൈസ അടച്ചു കഴിഞ്ഞാൽ, പിഴയൊക്കെ അടച്ചു കഴിഞ്ഞാൽ വിട്ടുകൊടുക്കുക. അങ്ങനെയാണല്ലോ സ്വർണത്തിൻ്റെ. ഇത്ര ശതമാനം രൂപ പണം സ്വർണം കൊണ്ടുവന്നു, ശരി നിങ്ങൾ പിഴ അടക്കി എന്നാണല്ലോ പറയുന്നത്. അറസ്റ്റ് ചെയ്ത് ഈ വിദേശ നാണ്യ വിനിമയ ചട്ട ലംഘനം തുടങ്ങിയ ഹവാല തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് EDയുടെ ചുമതലയാണ്. അതാണ് ED അംഗപ്രവേശം ചെയ്തപ്പോൾ തന്നെ ഇതിന് ഗൗരവം വർദ്ധിച്ചു. അതാണ് ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല മമ്മൂട്ടിയും കൂടി ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻവോൾവായി. അപ്പോൾ മമ്മൂട്ടി, ദുൽഖർ സൽമാൻ, പൃഥ്വി. ദുൽഖർ സൽമാനെ ഇന്നലെ വരുത്തി അല്ലേ? അതെ. ചെന്നൈയിൽ നിന്ന് അടിയന്തരമായിട്ട് വരാൻ പറഞ്ഞു, ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറഞ്ഞു. അയാൾ വന്നു. മമ്മൂട്ടിയും ഞാൻ മനസ്സിലാക്കുന്നത് ഹൈദരാബാദിലല്ലേ ഷൂട്ടിങ്, മഹേഷ് നാരായണൻ്റെ സിനിമ. അദ്ദേഹം ചെന്നൈയിലെത്തി എന്നുള്ള വിവരം ഉണ്ടായിരുന്നു. ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്നോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഹൈദരാബാദിലെ ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് ചെന്നൈയിലേക്ക് ഫ്ലൈറ്റ് കയറാനോ മറ്റോ ആയിരിക്കും എത്തിയ വിവരം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 17 സ്ഥലങ്ങളിൽ ഇവരുടെ ഓഫീസുകളും ഒക്കെ റെയ്ഡ് ചെയ്തിട്ടുണ്ട്, വീടുകളും ഓഫീസുകളും. കേരളത്തിലും തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിൽ റെയ്ഡ് നടന്നിട്ടുണ്ട്. അപ്പോൾ ലക്ഷറി കാർ സ്മഗ്ലിംഗ് റാക്കറ്റ്, ആഡംബര കാറ് കള്ളക്കടത്ത് നടത്തുന്ന റാക്കറ്റ്, അതിനെപ്പറ്റിയാണ് ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കള്ളക്കടത്തും കൂടി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്
കാരണം ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്നതാണല്ലോ. അതെ. അപ്പോൾ കള്ളക്കടത്ത്, ഹവാല, ഇതൊക്കെ അന്വേഷിക്കാനാണ് ED വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കാറ് എന്ന് പറയുന്നത് ലാൻഡ് റോവർ ഡിഫൻഡർ ആണ് ഈ ദുൽഖറിൻ്റെത്. എറണാകുളം, കോയമ്പത്തൂര്, ചെന്നൈ ഇവിടെയൊക്കെ റെയ്ഡ് നടന്നിട്ടുണ്ട്. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്, അതാണ് ഫെമ എന്ന് പറയുന്നത്. ആ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് കേസാണ് ഇവർക്കെതിരെയൊക്കെ ഇപ്പോൾ വരുന്നത്. അപ്പോൾ ദുൽഖറിൻ്റെ ചെന്നൈ ഗ്രീംസ് റോഡ് വീട്ടിൽ റെയ്ഡ് ഉണ്ടായിരുന്നു. പിന്നെ 3 ഓഫീസർമാർ EDയുടെ ഈ ഗ്രീംസ് റോഡ് വസതിയിൽ ചെന്നിരുന്നു റെയ്ഡിന്. അപ്പോൾ കോയമ്പത്തൂർ കേന്ദ്രമായ ഒരു ശൃംഖല ലാൻഡ് ക്രൂസേഴ്സ്, ഡിഫൻഡറുകൾ, പിന്നെ മാസറാറ്റി വണ്ടികളും ഒക്കെ കള്ളക്കടത്ത് നടത്തി വിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കേന്ദ്രം കോയമ്പത്തൂരാണ്. ഇവിടേക്കൊക്കെ കൊണ്ടുവരുന്നത് ഈ ഭൂട്ടാൻ സാധനങ്ങൾ. ഭൂട്ടാൻ മാത്രമല്ല, നേപ്പാൾ വഴിയും കടത്തിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഭൂട്ടാനിൽ നിന്ന് പട്ടാളം ലേലം ചെയ്ത വണ്ടികൾ മാത്രമല്ല, നേപ്പാളിൽ നിന്നുള്ള വണ്ടികളും ഇതുപോലെ കടത്തി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വ്യാജരേഖകൾ, ഹവാല, ഇത് രണ്ടുമാണ് ഇതിൻ്റെ അകത്തെ പ്രശ്നം. അപ്പോൾ പിന്നെ അണ്ടർ വാല്യൂ ചെയ്തിട്ടാണ് ഇതൊക്കെ വിറ്റിരിക്കുന്നത്. അപ്പോൾ ദുൽഖർ ഹൈക്കോടതിയിൽ പോയിരുന്നു. ഹൈക്കോടതിയിലെ ജഡ്ജി അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിയെ സമീപിക്കാൻ പറഞ്ഞിട്ടുണ്ട്, കസ്റ്റംസിലെ തന്നെ. അപ്പോൾ സെപ്റ്റംബർ 23 ആണ് ഈ കസ്റ്റംസ് കമ്മീഷണർ നുംകോർ എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ നടത്തിയത് ഈ കാറുകൾ കണ്ടെത്താനായിട്ട്. 37 വണ്ടികളാണെന്ന് പിടിച്ചെടുത്തത്. മറ്റേ മമ്മൂട്ടിയുടെ പനമ്പിളി നഗർ വസതിയിലെ ഗരാഷിൽ നിന്ന് 8 എണ്ണം അല്ലേ? അതെ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കേസിൽ ജഡ്ജി സിയാദ് റഹ്മാൻ പറഞ്ഞത് 110A വകുപ്പ് അനുസരിച്ചിട്ട് താൽക്കാലികമായ റിലീസിന് അവകാശമുണ്ട് ദുൽഖറിന്. അത് വിട്ടുകൊടുത്തില്ലെങ്കിൽ നിങ്ങളൊരു സ്പീക്കിംഗ് ഓർഡർ എഴുതണം. എന്തുകൊണ്ട് വിട്ടുകൊടുക്കുന്നില്ല, ഇതാണ് സ്പീക്കിംഗ് ഓർഡർ എന്ന് പറയുന്നത്. അതായത് ഞങ്ങളിത് വിട്ടുകൊടുക്കുന്നില്ല എന്ന് ഒരു വാചകമൊന്നും പറഞ്ഞപ്പോൾ ആരാ സ്പീക്കിംഗ് ഓർഡർ എന്ന് ഈ വിധിയിലും പറയും. ചില വിധികൾ ഒറ്റ വിധിയായിരിക്കും. ഒറ്റ വരി വിധികൾ സ്പീക്കിംഗ് ഓർഡർ വിധികളല്ല. സ്പീക്കിംഗ് ഓർഡർ എന്ന് പറയുമ്പോൾ മുഴുവൻ കാര്യങ്ങളും വിസ്തരിക്കണം. അങ്ങനെ വിസ്തരിച്ചിട്ട് കസ്റ്റംസ് ഉത്തരവിറക്കണം എന്നാണ് സിയാദ് റഹ്മാൻ പറഞ്ഞിരിക്കുന്നത്. 5 കൊല്ലം മുൻപ് വിശ്വാസത്തോടെ ഞാൻ വാങ്ങിയതാണെന്നാണ് ദുൽഖർ സൽമാൻ പറഞ്ഞത്. ബാങ്ക് വഴിയാണ് പൈസ കൊടുത്തിരിക്കുന്നത്. കസ്റ്റംസ് ക്ലിയറൻസ്, പിന്നെ ഡെലിവറി നോട്ടുകൾ, ഇൻവോയ്സുകൾ, ഒറിജിനൽ ഇമ്പോർട്ടർ, ഡൽഹിയിലെ റെഡ് ക്രോസ് ഇൻ്റർനാഷണൽ കമ്മിറ്റിയാണെന്ന് ദുൽഖർ പറഞ്ഞിട്ടുണ്ട് കോടതിയിൽ. ഡൽഹിയിലെ റെഡ് ക്രോസ് ഇൻ്റർനാഷണൽ കമ്മിറ്റിയാണ് ഒറിജിനൽ ഓണറായിരുന്നതെന്ന് ഡിഫൻഡറിൻ്റെ എന്നാണ് ദുൽഖറിന് കിട്ടിയിട്ടുള്ള കടലാസുകളിൽ പറയുന്നത്. അപ്പോൾ അതിൽ അപ്പോഴും ചോദ്യമുണ്ട്, റെഡ് ക്രോസ് ഈ ഭൂട്ടാൻ പട്ടാളം വിറ്റ വണ്ടി വാങ്ങുമോന്നല്ലേ? അതെ, വാങ്ങിച്ചതായിക്കൂടെ? അങ്ങനെ സാധ്യതയുണ്ടല്ലോ. അതെ, ആയിക്കൂടെ. കാരണം ഒരു സ്വാമിയുടെ കഥ കേട്ടില്ലേ? സ്വാമി UN നമ്പർ പ്ലേറ്റുമായിട്ട് കാറുമായിട്ട് നടക്കുന്ന കാലടിയിലൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ മുദ്ര വെച്ച കവറിൽ പോലും നിങ്ങൾ തെളിവ് ഹാജരാക്കിയിട്ടില്ല എന്ന് ജഡ്ജി കസ്റ്റംസിനോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ജഡ്ജി പറഞ്ഞു, ഒരാളുടെ സ്വത്ത് നിങ്ങൾ നിഷേധിക്കുകയാണ് കസ്റ്റംസ്. പക്ഷേ മറ്റേ ഓർഡറൊന്നുമില്ല, അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിയെ സമീപിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയത്താണ് EDയുടെ രംഗപ്രവേശം. അപ്പോൾ ED രംഗപ്രവേശം ചെയ്തതോടുകൂടി സംഗതി മാറി. ട്വിസ്റ്റ് ഉണ്ടായി അല്ലേ? ട്വിസ്റ്റ് വന്നു അതിൻ്റെ അകത്ത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു
ട്വിസ്റ്റ് തിരക്കഥയിൽ വന്നു. അതാണ് ED രംഗപ്രവേശം ചെയ്തതോടുകൂടി കേസിൻ്റെ രീതികൾ തന്നെ മാറി, ഊരിപ്പോരാൻ പ്രയാസം വന്നു. അപ്പോൾ പട്ടാളത്തിൽ നിന്ന് എന്ന നിലയിൽ, അമേരിക്കൻ എംബസിയിൽ നിന്ന് എന്നുള്ള നിലയിൽ, ഇന്ത്യൻ വിദേശകാര്യ വകുപ്പിൽ നിന്ന് എന്ന നിലയിലൊക്കെയാണ് കാറ് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഇന്ത്യൻ പട്ടാളത്തിന്റെ സീല് വ്യാജമായിട്ട് ഉണ്ടാക്കിയിരുന്നു എന്ന് ആദ്യം നമ്മൾ പറഞ്ഞിരുന്നതാണല്ലോ. അതുമാത്രമല്ല, അമേരിക്കൻ എംബസിയിൽ നിന്നുള്ള കാറാണ് എന്നുള്ള വ്യാജരേഖകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ വിദേശകാര്യ വകുപ്പിൻ്റെ എന്ന് പറഞ്ഞിട്ട് വ്യാജരേഖ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ RTO രജിസ്ട്രേഷൻ അത് ഉണ്ടാക്കിയിട്ടുണ്ട്, വ്യാജരേഖ. അപ്പോൾ ഇത് ഹിമാചൽ പ്രദേശ്, ഭൂട്ടാൻ എന്നൊക്കെ പറഞ്ഞ് ഇല്ലേ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ ഫെമയിലെ 348 വയലേഷൻ പ്രഥമ ദൃഷ്ട്യാ കണ്ടിട്ടുണ്ട്. ഇനി പണമൊക്കെ എങ്ങനെയാണ് കൊടുത്ത് എവിടെ നിന്നാണ് വന്നതെന്നൊക്കെ കണ്ടെത്തണം. അപ്പോൾ ദുൽഖറിൻ്റെ കടവന്ത്രയിലെ വീട് പ്ലസ് മമ്മൂട്ടി ഹൗസ്, മമ്മൂട്ടിയുടെ വീട്, അവിടെ റെയ്ഡ് നടന്നു. ചെന്നൈയിലും റെയ്ഡ് നടന്നു. ഗ്രീൻ മറ്റേ വീട്ടിൽ ചെന്നൈയിലെ ഈ മധ്യ കേരളത്തിലെ കുറേ ബിസിനസ്സുകാരുടെ വീട്ടിൽ റെയ്ഡ് നടന്നിട്ടുണ്ട്. ഡീലേഴ്സിൻ്റെ കടകളിലൊക്കെ റെയ്ഡ് നടന്നിട്ടുണ്ട് EDയുടെ. അപ്പോൾ ED ഇന്നലെ വിശദീകരണത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, ദുൽഖർ മാത്രമാണല്ലോ പോയത്. അതെ. അപ്പോൾ അതുകൊണ്ട് പറയാണ്, ഒരാളുടെ മാത്രം കാര്യമല്ല ഇത്. EDയുടെ പത്രക്കുറിപ്പിൽ പ്രത്യേകിച്ച് പറയുക, ഇത് ഒരാളുടെ മാത്രം കാര്യമല്ല, ക്രോസ് ബോർഡർ സിൻഡിക്കേറ്റ് ഇതിൻ്റെ പിന്നിലുണ്ട്, അതിർത്തിക്കപ്പുറമുള്ള സിൻഡിക്കേറ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദുൽഖറിൻ്റെ ചെന്നൈ ഗ്രീംസ് റോഡിലെ വസതിയിലും എല്ലായിടത്തും ED പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.